ഇത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്ത് പന്നിയാർകുട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ മുകളിൽ നിന്ന് നല്ലൊരു ഇറക്കമാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ. പുഴ ഒഴുകുന്നുണ്ടോ? ഇതെവിടെ റോഡിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പന്നിയാർകുട്ടി പോത്തുപാറ ബ്രിഡ്ജ്, എസ്റ്റിമേറ്റ് എമൗണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിലൊരു ജീപ്പ് പോവുകയെ. വെള്ളത്തൂവലയിൽ നമ്മൾ ഈ വഴിക്കാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു കാഴ്ച കാണാം. എല്ലക്കൽ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. കുഞ്ചിത്തണ്ണിയൊക്കെ അവിടെ നിന്ന് വരുന്ന പുഴയാണിത്. ആ പുഴ ഇങ്ങനെ ഒഴുകി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പുതിയ പാലം കണ്ടോ. നമ്മൾ ഇതിലെയാണ് അങ്ങോട്ട് പോകുന്നത്. ഈ വഴിക്ക് പോയാൽ നമുക്ക് എല്ലക്കലിലേക്ക് ചെല്ലാൻ പറ്റും. അവിടുന്ന് കുഞ്ചിത്തണ്ണിയും ചെല്ലാൻ പറ്റുമേ. അപ്പോൾ നമുക്ക് ഈ വഴി പോവാം. ഈ പുഴയും നമ്മുടെ പെരിയാർ നദിയിലേക്ക് ചെന്ന് ചേരുവേ. പുഴയിൽ ഇപ്പം വെള്ളം കുറവാണേ. കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും വഴി ടാറിങ്ങൊക്കെ ആയിരുന്നേ. ഒരു ചെറിയ ജംഗ്ഷനാണ്. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. നമ്മൾ കയറി വന്ന വഴി ഇതാണ് കേട്ടോ. ആ ഓഫ് റോഡെന്ന് പറഞ്ഞാൽ ഒരു 10-200 മീറ്ററേ ഉള്ളായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനത്തെ വഴിയായി. നമുക്ക് ഈ വഴിക്ക് പോയി നോക്കാം. അവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. അത് അടച്ചിട്ടിരിക്കാൻ തോന്നുന്നു. കുറച്ച് ദൂരം ഇങ്ങനത്തെ റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ വഴിയെ പോയി നോക്കാം. പാലം കടന്നിങ്ങ് വന്നപ്പോൾ ഇനി ഓഫ് റോഡാണ് കേട്ടോ. നല്ല ഇറക്കം അതാ കേട്ടോ. ജീപ്പൊക്കെ പോകുന്നുണ്ടോ എങ്ങനെയാണ്? പക്ഷെ നമ്മൾ ഇറങ്ങിപ്പോയാലേ അവിടെ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാൽ പണി കിട്ടും. നമുക്കിവിടെ സൈഡൊന്നുമില്ല ഒതുക്കാനായിട്ട്. നമ്മൾ കുഞ്ചിത്തണ്ണിക്ക് പോകുന്ന വഴി ഇതാണേ. അപ്പം നമ്മൾ കുറച്ചെങ്കിൽ വന്നപ്പോഴത്തേക്കുണ്ട് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ടോ. സിപ്പ് ലൈന്, വാട്ടർഫാൾസ്, ചുനയമ്മാക്കൽ വാട്ടർഫാൾസ്. ഇതിൽ ജീപ്പ് മാത്രമേ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ കേട്ടോ. 4 വീൽ ജീപ്പ് ഓൺലി. ഭയങ്കര ഇറക്കമാണ് താഴോട്ടെ. ഈ കാണുന്ന വഴിയാണ്. അതിലൊന്ന് പോയി നോക്കണം. അവിടുന്ന് നമ്മൾ ഇവിടെ ഒരു ജംഗ്ഷനിലെത്തിയ ഒരു കുരിശുപള്ളിയൊക്കെ കാണാം. സംഭവം ഇത് ഏതാ എങ്ങോട്ടാണ് പോകണമെന്നറിയില്ല. അങ്ങോട്ടല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വഴി നമ്മൾ ഇങ്ങോട്ടായിരിക്കും പോകേണ്ടി വരിക. നമ്മൾ താഴെ ഇറങ്ങാൻ പോയില്ല കേട്ടോ. അവിടെ റോഡെല്ലാം പൊളിഞ്ഞ് കിടക്കുവാണേ. നമ്മുടെ സ്കൂട്ടർ സ്ലിപ്പായി പോകും. ജീപ്പുകൾ കയറി വരുന്നു. ഇതുപോലെ മാലമാലയായിട്ട് ജീപ്പ് വരും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ഇടുക്കി ജില്ലയിലെ ബൈസൺവാടി പഞ്ചായത്തിലെ എല്ലക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണേ. എല്ലക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഈ സ്ഥലം അറിയപ്പെടുന്നത് നമ്മുടെ കഴിഞ്ഞ LDF മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായിട്ടിരുന്ന മണിയാസാൻ്റെ പേരിൽ പറഞ്ഞാലേ ഇത് അറിയത്തുള്ളൂ. മണിയാസാൻ്റെ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ. അപ്പം ഈ ഭാഗത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. എല്ലക്കൽ, പിന്നെ കുഞ്ചിത്തണ്ണി അല്ല 20 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് മണിയാസാൻ താമസിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതിന് മുമ്പായിട്ട് നമ്മൾ വന്ന വഴിക്ക് ആദ്യം കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻട്രോ ഞാൻ ഈ പാലത്തിൻ്റെ അവിടെ ഒന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മണിയാസാൻ്റെ നാട്ടിലെ കാഴ്ചകളിലേക്ക് പോയി നോക്കാം. എല്ലക്കൽ പാലത്തിൽ നിന്ന് നമുക്ക് ഈ എല്ലക്കൽ പുഴയുടെ കാഴ്ചകളൊന്ന് കാണാവേ. ഇതാണ് എല്ലക്കൽ പാലം. ഈ എല്ലക്കൽ പാലം കടന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് കുഞ്ചിത്തണ്ണി എന്ന് പറഞ്ഞ ഒരു മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഈ പാലത്തിനൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഭായിമാരുടെ കാലത്ത് നിർമ്മിച്ചതാണോ എന്ന്. കാരണം ഇതിൻ്റെ ഒരു പഴക്കം കണ്ടിട്ടേ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതിലെ ഒരു വഴി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പൊട്ടങ്കാട് ആ ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ്. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ഈ വെള്ളച്ചാട്ടം കണ്ടോ? ഇവിടെ വെള്ളച്ചാട്ടമല്ല, ഈ പുഴ അങ്ങനെ ഒഴുകി താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചുനയമ്മാക്കൽ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ താഴെ എസ് എൻ പുരം വാട്ടർഫാൾസ് ഉണ്ട്. ഇങ്ങനെ അതിൻ്റെ താഴെ പിന്നെ ഉണ്ട്.
ഒന്ന് രണ്ടെണ്ണം നമുക്ക് അറിയത്തുള്ളൂ. നമ്മൾ വന്ന വഴിക്കായിരുന്നു ഈ ചുനേമാക്കൽ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഇറങ്ങിയില്ല, കാരണം ഒരുപാട് താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് റോഡെല്ലാം പൊളിഞ്ഞ് കിടക്കുന്ന കോൺക്രീറ്റ് റോഡാണ്. വണ്ടി സ്ലിപ്പായി പോകുന്നത് ഞാൻ അങ്ങോട്ട് പോയില്ല. നല്ല കാറ്റാണ്, പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അവിടെ ആ പഴയ പാലത്തിൻ്റെ 2-3 പില്ലറുകൾ നിൽക്കുന്നുണ്ടോ, ആദ്യകാലത്ത് അതായിരുന്നു പാലമെന്ന് തോന്നുന്നു. എല്ലക്കപ്പുഴ ഉണ്ടോ മുകളിൽ നിന്ന് ഒഴുകി വരുന്നത്, അവിടെ മൂന്നാറിൻ്റെ ആ മേഖലയിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പം ഈ പുഴയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ, മുകളിലും താഴെയൊക്കെ ആയിട്ട്. നമ്മൾ ഇറങ്ങി വന്ന ആ റൂട്ടിലായിരുന്നു കേട്ടോ, പന്നിയാർകുട്ടിയിൽ നിന്ന് ചുനേമാക്കൽ വാട്ടർഫാൾസിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. ആ വഴിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. എന്നിട്ട് അതിനുശേഷം നമ്മൾ താഴെ പാലത്തിനവിടെ പോയി. ഇനിയിപ്പോൾ തിരിഞ്ഞ് നമ്മൾ ഈ വഴിക്ക് കുഞ്ചിത്തണിക്ക് പോവാണേ. ഇപ്പോൾ നമ്മൾ വെള്ളത്തോല് പഞ്ചായത്തിലേക്കാണ് കയറിയത്. നമ്മൾ വണ്ടി അവിടെ വെച്ചത്. ഇനി ആ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചങ്ങോട്ട് പോവാം. അപ്പം നമുക്ക് ഈ വഴിക്ക് തന്നെ വേണം മുകളിലോട്ട് പോകാനായിട്ടേ. കേരളത്തിലെ ഏറ്റവും നല്ല റോഡുള്ളത് ബൈസൺവാലി, വെള്ളത്തോല്, നെടുങ്കണ്ടം, മൂന്നാർ ഈ പഞ്ചായത്തുകളിലൊക്കെയാണ് ഏറ്റവും നല്ല റോഡുള്ളത്. ഈ ഒരു മണ്ഡലത്തിലാണ് നമ്മുടെ മണിയാശാൻ വരുന്നത്. മണിയാശാനുള്ള ആ മണ്ഡലത്തിലൊക്കെ അടിപൊളി റോഡും നല്ല വീടുകളും കുടിവെള്ളവും അങ്ങനെ എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അപ്പുറത്തെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ചിത്തണ്ണി ടൗണിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ അവിടെയാണ് കേട്ടോ. ഈ കാർ പോകുന്ന വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ കാണാം. അപ്പോൾ എങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് അവിടെ മനോഹരമായൊരു പള്ളിയുണ്ടോ കുഞ്ചിത്തണ്ണിയിലെ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാം. അത് ഇരിക്കുന്ന ആ ഒരു ഇത്, അതിൻ്റെ അപ്പുറത്ത് നീലാകാശം, എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു നല്ല കാഴ്ച. അത് നേരെ മൂന്നാർ പോകുന്ന വഴിയാണ് കേട്ടോ. മൂന്നാർ മലനിരകളൊക്കെ കണ്ടോ. നമുക്ക് ഇറങ്ങിപ്പോകേണ്ട ഈ വലത്തോട്ട് കിടക്കുന്ന വഴിക്കാണ്, ആ പെട്രോൾ ബാങ്കിൻ്റെ അടിയിൽ കൂടെ. അതാണ് 20 ഏക്കറിലേക്കൊക്കെ പോകുന്ന വഴി, മണിയാശാൻ്റെ ഒക്കെ നാട്ടിലോട്ട്. മണിയാശാൻ കുഞ്ചിത്തണ്ണി എന്ന് പറഞ്ഞാലും പുള്ളി താമസിക്കുന്ന 20 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഞ്ചിത്തണ്ണി ടൗണ് എന്താണ്, അവിടെ കടകളൊക്കെ അടച്ചിരിക്കുകയാണല്ലോ. ഉച്ചയായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. നേരെ മുന്നിൽ മൂന്നാർ മലനിരകളൊക്കെയാണ് കാണുന്നത്. മൂന്നാറിലേക്കൊക്കെ ഈ വഴിക്ക് നേരെ പോകാട്ടോ. മുന്നോട്ട് നമ്മൾ കാണുന്നതും കുഞ്ചിത്തണ്ണി ടൗൺ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മണിയാശാൻ്റെ നാട്ടിൽ വന്ന നല്ല അടിപൊളി റോഡാണ്. ഈ റോഡ് നേരെ ഇന്ന് രാജകുമാരിക്കും രാജാക്കാടും ഒക്കെ ചെന്ന് കയറാം കേട്ടോ. അവിടുന്ന് നമുക്ക് കട്ടപ്പനയ്ക്കും പൂപ്പാറയ്ക്കും മൂന്നാറിനൊക്കെ തിരിയാം, ഇവിടുന്നും തിരിയാം. ഈ പാലം റോഡ് കണ്ടോ, ഇത് ചിത്രപുരമൊക്കെ പോകുന്ന വഴിയാണേ. അതായത് നമ്മുടെ നെടുങ്കണ്ടം റൂട്ടിൽ വന്നാൽ ചെമ്മണ്ണാറയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു റോഡാണിത്. ആ റോഡിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ റൂട്ടിൽ കൂടെ മൂന്നാറിനൊക്കെ പോകാൻ പറ്റും. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഒരു നല്ലൊരു ആൽമരമുണ്ട്. ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഐസ് വണ്ടിയുണ്ട്, പിള്ളേർ ഐസൊക്കെ മേടിക്കുന്നു. ആ മുന്നോട്ട് കിടക്കുന്ന വഴിക്കാണ് നമുക്ക് ബൈസൺവാലിക്കൊക്കെ പോകേണ്ടത്. അതിപ്പോൾ നമ്മൾ താഴെ കുഞ്ചിത്തണ്ണിയിൽ നിന്ന് കയറി വന്ന വഴിയാണ്. 20 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി നമ്മൾ കേട്ടോ. ഇതാണ് 20 ഏക്കർ. ഈ വഴിക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ മണിയാശാൻ്റെ നാടാണ് 20 ഏക്കർ. കുഞ്ചിത്തണ്ണി പാലമാണേ, അക്കരെ കുഞ്ചിത്തണ്ണി സിറ്റി. ഈ വഴി നേരെ പോയാൽ ബൈസൺവാലി വഴിക്കാകും കേട്ടോ. ഇവിടുന്ന് ബൈസൺവാലിക്ക് 8 കിലോമീറ്ററേ ഉള്ളേ. മൂന്നാർ മലനിരകളൊക്കെ നിൽക്കുന്നുണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി. നമ്മൾ ഈ വഴിക്ക് ഇറങ്ങി വന്നപ്പോഴേ ഇവിടെ ഒരു നല്ല വീടൊക്കെ പണിയുന്നുണ്ട്. അതിന് പുറകെ ഒരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. ഇപ്പം മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു വീടൊക്കെ ഉണ്ടോ, അതെങ്ങാനുമാണോ മണിയാശാൻ്റെ വീട്? മണിയാശാൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ഈ വഴിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് ഈ വഴി നിന്ന് പോയി നോക്കണം. ഇപ്പോൾ നമ്മൾ പൊട്ടങ്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. പണ്ടൊക്കെ ഭയങ്കര വനമായിട്ടൊക്കെ കിടന്ന ഒരു സ്ഥലമായിരുന്നു ഇതൊക്കെ, പൊട്ടങ്കാട് ബൈസൺവാലിയൊക്കെ. ഇന്നിപ്പോൾ നോക്കി നല്ല ടൗണായി, അടിപൊളി റോഡായി. അങ്ങനെ മണിയാശാൻ്റെ നാടായ 20 ഏക്കർ വഴി ഇവിടുന്ന് നമ്മളങ്ങ് ബൈസൺവാലിക്ക് പോവുകയാണേ. ഇവിടത്തേക്ക് ഒരു ഗ്രാമഭംഗിയുണ്ടോ, അതൊരു പഴയ വീടാണ് കേട്ടോ. എത്ര വർഷം പഴക്കമുണ്ടാവും അല്ലേ. അതുകൂടി അങ്ങോട്ട് നോക്കി, ആ മലനിരകളൊക്കെ ഉണ്ടോ, മൂന്നാർ, അതൊക്കെ വനമാണേ. ഇത് വളരെ ഭംഗിയുള്ള സ്ഥലം. അങ്ങ് മുകളിലേക്കൊക്കെ ആ സൈഡിൽ നിന്ന് മുകളിലേക്ക് വീടുകളുണ്ട്, കൃഷിയിടങ്ങളൊക്കെയാണ്.
പിന്നെ ഇതാ റോഡ് കണ്ടോ, അടിപൊളി റോഡ്. ബൈസൺ വാലി കുരങ്ങുപാറ ടീ കമ്പനി എന്നൊക്കെ പറയുന്ന സ്ഥലം ഇത് കേട്ടോ. ഇവിടെ നിന്നൊക്കെ വേണം നമുക്ക് രാജാക്കാടിനൊക്കെ തിരിഞ്ഞു പോകാവേ. ഈ ഭാഗമൊക്കെ കണ്ടോ, റോഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി റോഡ് കേട്ടോ. മൂന്നാറുമായിട്ട് ടച്ച് ചെയ്ത് പോകുന്ന റോഡാണ് ഇതെല്ലാം. മൂന്നാറ്, കുഞ്ചിത്തണ്ണി, അടിമാലി എല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബൈസൺ വാലി എത്തി കേട്ടോ. ബൈസൺ വാലി പുഴയാണേ. എന്താ നല്ല വെള്ളം നോക്കി. ഇത് തോർത്തൊക്കെ എടുത്തായിരുന്നെങ്കിൽ ഈ വെള്ളത്തിലോട്ട് ഒറ്റ ചാട്ടം ചാടും. ബൈസൺ വാലിലെ പള്ളിയുണ്ടോ, എന്താ ഒരു ഭംഗി നോക്കി. ഇവിടെ മൂന്നാർ മലനിരകളുടെ താഴ്വാരത്തിൽ ഈ പള്ളി ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്തൊരു ഭംഗിയല്ലേ. നമ്മൾ കുഞ്ചിത്തണ്ണി പോലെ കടകളെല്ലാം അടച്ചു കിടക്കുന്ന കണ്ടിട്ടായിരുന്നു. അതെന്നാന്ന് കാരണം വെച്ചാൽ ഇന്ന് ഗുരുസമാധിയാണ് കേട്ടോ. ഞാനത് അറിഞ്ഞില്ലായിരുന്നേ. ഇവിടെ എല്ലാം കടകളെല്ലാം അടച്ചിട്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. നീ എവിടെയെങ്കിലും ഒരു കട കിട്ടിയിട്ട് അവിടെ കയറി വേണം കഴിക്കാൻ. അങ്ങനെ നമ്മളിപ്പം ബൈസൺ വാലി ടൗണിലേക്ക് എത്തി കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ റൈറ്റിലേക്ക് വഴി പോകുന്നുണ്ട്. ആ വഴിക്ക് വേണം നമുക്ക് പോകാനായിട്ട്. നേരെ രാജകുമാരി പൂപ്പാറ ആ റൂട്ടിലോട്ട് പോകും. ഈ നേരെ പോകുന്ന വഴിയേ മുട്ടുകാടാണ് കേട്ടോ. മുട്ടുകാട് ചെന്നിട്ട് മൂന്നാർ പോവേ. നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണേ. അങ്ങനെ നിന്നപ്പോഴേ ഒരു KSRTCയുടെ എൻട്രൻസ് കണ്ടോ. ഇത് ഞാൻ പലയിടത്തൊന്നും കിട്ടുമോ നോക്കി ഇന്ന്, പക്ഷേ ഇവിടെ കിട്ടിയില്ല. ഇന്ന് ഇവിടെയാണ് ഇത് കിട്ടിയത്. ആ താഴെ ഒരു ജംഗ്ഷൻ വരുവേ. അവിടെ നിന്ന് നേരെ പോയാൽ നമുക്ക് നമുക്ക് മൂന്നാർ സൈഡിലോട്ടൊക്കെ പോകാം. വലത്തോട്ടാണ് നമുക്ക് പൂപ്പാറയ്ക്കൊക്കെ പോകേണ്ട വഴി. ഗ്യാപ്പ് റോഡിനുള്ള വഴിയുണ്ടോ. ഇനി ഒരു 3-4 കിലോമീറ്റർ കൊണ്ടോ ഗ്യാപ്പ് റോഡ് ചെല്ലാനേ. കുറച്ച് ദൂരം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡിലാണ് കയറി വന്നത് കേട്ടോ. ചങ്ങനാശ്ശേരി കട എന്ന് പറഞ്ഞൊരു ഭാഗം. ഇവിടെ നല്ലൊരു അമ്പലവും പിന്നെ ഒരു ബസ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ടോ. ഈ വഴിക്ക് നേരെ പോയ ഗ്യാപ്പ് റോഡാണേ. ഇതൊക്കെ ഒത്തിരി നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട്. ഇതൊരു പഴയ കെട്ടിടമൊക്കെയാണ്. റേഷൻ കടയൊക്കെയാണ്. നമുക്ക് നേരെ പോകാമല്ലേ. മുട്ടുകാടിനൊക്കെ പോകാട്ടോ. ഈ വഴിക്കൂടെ പോയാൽ മുട്ടുകാടിനൊക്കെ പോകാവേ. മുട്ടുകാട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിലൊന്ന് പോയതാണേ. ഇവിടെ മനോഹരമായൊരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലെ ബസ് റൂട്ടൊക്കെ ഉണ്ടെന്ന് തോന്നേ. പിന്നെ വെയിറ്റിംഗ് ഷെഡൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കും. ഇത്രയും വീതിയുള്ള റോഡല്ലേ, കാണുമായിരിക്കും. ഇവിടുന്ന് താഴോട്ട് നല്ല കാഴ്ച. നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയൊക്കെ കാണാം. അതാണ് ബൈസൺ വാലി. പിന്നെ അക്കരക്കൂടെ ഒരു റോഡൊക്കെ പോകുന്നുണ്ട്. അത് ഇവിടുന്ന് കൃത്യമായിട്ട് കാണത്തില്ല. അത് ഖജനാപ്പാറയൊക്കെ കയറി രാജകുമാരിക്ക് പോകുന്ന വഴിയാണ്. ഈ റോഡിങ്ങനെ ഭയങ്കരമായിട്ട് ഇറക്കവും കയറ്റമൊക്കെ ആയിട്ട് ഉള്ളതുകൊണ്ട് ഈ വഴിക്ക് നമ്മളിവിടെ വരും കണ്ടോ. ഇവിടെ ഒരു ഹൈ റേഞ്ച് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ചെറിയൊരു ആശുപത്രിയാണ്, ക്ലിനിക് സെൻ്ററൊക്കെ. ഈ കാട്ടിന് നടുവിലാണെങ്കിൽ ഇങ്ങനെ സംവിധാനമുണ്ട്. ഇന്ന് നാടെന്ന് പറയാൻ പറ്റില്ല. ഈ ഭാഗത്തൊക്കെ കുറേ ആൾക്കാർ താമസിക്കുന്നതാണ്. ഇനി കുറച്ച് ഏലക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല ഇറക്കമാണ്. നല്ല ഇറക്കം, കുത്തിറക്കമാണ് താഴോട്ട് കേട്ടോ. പക്ഷേ ഈ വഴിസൈഡിലെല്ലാം ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി നല്ല വെട്ടമായിരിക്കും ലൈറ്റൊക്കെ ആയിട്ട്. മോളിൽ നിന്ന് ഇങ്ങോട്ടോ ഇറക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ. അതുപോലെ അവിടെ ഒരു പാറ ഇരിക്കുന്നുണ്ടോ. ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ അല്ലേ, വെട്ടി മാറിപ്പോയതുപോലെ. ഇതിൻ്റെ താഴോട്ടുണ്ടല്ലോ ഭയങ്കര ഇറക്കമാണ്. ഈ ഇറക്കമൊക്കെ തിരിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. വണ്ടി 2 വീലറോ സ്കൂട്ടറോ നമ്മളെ പോലത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ പെട്ടു പോകത്തേ ഉള്ളൂ. ഇതുണ്ടോ, കുത്തിറക്കവും വളവുമാണ്. വീണ്ടും നമ്മളൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയേ. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ വരാൻ തുടങ്ങി. മൂന്നാർ മലനിരകളുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നമ്മൾ എത്ര ഹൈറ്റിലോട്ടാണ് കയറി വന്നത് നോക്കി. താഴെ ഏതാ ബൈസൺ വാലി, രാജകുമാരി ആ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല മൊട്ടക്കുന്നുകൾ എല്ലാം വെയിലടിച്ച് തിളങ്ങുവാണേ. ഇത് അങ്ങ് ടോപ്പിലേക്ക് ചെല്ലണം നമ്മൾ കയറി. ഇനി ഒരു 2-3 കിലോമീറ്റർ കൂടെ കാണുമെന്ന് തോന്നുന്നു. ഇവിടെയും ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാം. നല്ല ഭംഗിയുള്ള റോഡാണ് കേട്ടോ.
ഒന്നും പറയാനില്ല. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ കണ്ടോ, ഫുള്ള് വനമാണ്. ഏലക്കാടും. ആനകളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകുന്നതാണ് അവർ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മടുത്തു കേട്ടോ. കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുക. ഇന്ന് എത്ര ദൂരം വന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കുഞ്ചിത്തണ്ണിയുടെ ആ ഭാഗത്തും തുടങ്ങിയാണ്. ഇപ്പം കറങ്ങി തിരിഞ്ഞ് ഗ്യാപ്പ് റോഡിലേക്ക് എത്താറായി. ഏകദേശം ഗ്യാപ്പ് റോഡൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേരത്തോട്ടോ അതൊക്കെ കാഴ്ചകളൊക്കെ എടുത്തിട്ട് നിർത്താം. മഴയുടെ ഒരു മോടയൊക്കെ നല്ലോണം അടിച്ചു വരുന്നുണ്ടേ. ആ മലകളുടെ പൊക്കത്ത് തല്ലണം നമ്മൾ കേട്ടോ. ഇവിടേക്ക് റോഡ് എങ്ങനെ കെട്ടിയുണ്ടാക്കി നോക്കി, കമ്പിയൊക്കെ ഇട്ട് നെറ്റടിച്ച് അതിന് മുകളിൽ കൂടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയാണ് ഇങ്ങനെ വല കെട്ടി നിർത്തിയാൽ ഇടിഞ്ഞു പോകാതിരിക്കാൻ. കുറച്ച് ദൂരം കയറി വന്നപ്പോഴേ ഇതിവിടെ റിസോർട്ട് കാണാവേ, വിൻ്റർ ഗാർഡൻ. നല്ല ഒരു സ്ഥലത്താണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. അതിന് തൊട്ട് താഴെ ഒരു പള്ളിയുണ്ട് കേട്ടോ. പക്ഷേ അത് അങ്ങോട്ട് കയറാൻ ഒരു വഴി കാണുന്നുമില്ല. അല്ലെങ്കിൽ അവിടം വരെ ഒന്ന് പോയിട്ട് വരായിരുന്നു. നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയുണ്ടോ? ഈയടാ, താഴോട്ട് തിരിച്ചിറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഞാൻ പോകത്തില്ല കേട്ടോ. അങ്ങ് മുകളിൽ ഗ്യാപ്പ് റോഡ്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ റിസോർട്ടുകൾ. അത്ര ചെറുതൊന്നുമല്ല കേട്ടോ, 8-10 റൂമുള്ള റിസോർട്ടുകളല്ല. കണ്ടോ, നമ്മൾ കടന്നു വന്ന വഴിയുണ്ട്. ഇവിടെയുണ്ട് ഒരു അടിപൊളി റിസോർട്ട്. റിസോർട്ടാണോ വീടാണോ? വീടാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ മഴയൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലൊക്കെ നടക്കുന്ന ഈ ഒരു മേഖല കേട്ടോ. ഈ പാറപ്പുറത്തിരിക്കുന്ന മണ്ണ് സ്ലിപ്പായിട്ടിങ്ങ് പോരുവേ. ഇപ്രാവശ്യം ഇവിടെ മണ്ണിടിച്ചിട്ടുണ്ട് ഈ മഴയത്തും. താഴേന്ന് കയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ടോ. മൂന്നാർ, ദേവികുളം, മറയൂര്, തേക്കടി, ബോഡിമെട്ട്, സൂര്യനെല്ലി എല്ലാം ഇങ്ങോട്ടാണേ. ഇവിടെയും ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. അത് മൂന്നാറിന് പോകുന്ന വഴി. ഇതൊക്കെ കണ്ടോ, ഈ മലയൊക്കെ ഇടിഞ്ഞതുണ്ടല്ലോ. നമുക്ക് അവിടെ കല്യാണത്തണ്ട നിന്ന് നോക്കുമ്പോൾ കാണാമായിരുന്നേ ഒരു സമയത്ത്. ഇപ്പോൾ എല്ലാം പുല്ല് കയറി പോയതുകൊണ്ട് കാണത്തില്ല അങ്ങനെ. ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങനെ പോവാം. നേരെ പൂപ്പാറ. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ്. ഇവിടുന്ന് കുറച്ച് കാഴ്ചകളുണ്ട്, അതൊക്കെ കണ്ടിട്ട് പോകാം കേട്ടോ. കടകളുണ്ട്, ചായക്കടയുണ്ട്. ചോളമൊക്കെ, ചോളം, പൈനാപ്പിൾ, നൂഡിൽസ്, ബ്രെഡ് ഓംലെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് കടയിൽ കാണാൻ തന്നെ. കള്ളൻ ഗുഹ ഉണ്ടോ, കള്ളൻ ഗുഹ. അതിൻ്റെ താളുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കയറി നോക്കാം. കണ്ടോ ഈ പാറയൊക്കെ കണ്ടോ, അതിൻ്റെ മണ്ടയിൽ കൂടെ മഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞിറങ്ങുന്ന മാത്രമല്ല, അതിൻ്റെ ഒരു കാഴ്ച ഉണ്ട്. എന്നാ തൂക്കിനാ പാറ നിൽക്കുന്നതെന്ന് നോക്കി. അതേതെല്ലാം മണ്ണിങ്ങ് ഊർത്തി എടുത്തേക്കുവാണേ. അങ്ങനെ ഒരു KSRTC അതാ പോകും മൂന്നാറിന്. തേനിന്ന് വരുന്ന വണ്ടിയാണേ. അങ്ങ് ദൂരെ കാണാവോ, ആ ഭാഗത്തുനിന്നാണ് നമ്മളിങ്ങോട്ട് കയറി വന്നു കേട്ടോ. മുട്ടുകാട്, ബൈസംവാലി ഒക്കെയാണ് ആ സ്ഥലങ്ങളൊക്കെ. അങ്ങ് ദൂരെ രാജകുമാരി സൈഡൊക്കെ കാണാം. ഇവിടെ ഒന്ന് കയറി നോക്കാം. നേരത്തെ നമ്മളിവിടെ വന്നിട്ടുള്ളതാ, പക്ഷെ വെട്ടമില്ല കേട്ടോ. ഒട്ടുമേ വെട്ടമില്ല. വെട്ടമില്ലാത്തതുകൊണ്ട് പിന്നെ മഴയൊക്കെ പെയ്ത് ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്ന് കിടക്കുവാണ്. ഒത്തിരി മുന്നോട്ട് പോകത്തില്ല. പണ്ട് ഈ റോഡൊക്കെ ചെറുതായിരുന്നപ്പം മലക്കള്ളന്മാരൊക്കെ ഒളിച്ച് താമസിച്ച സ്ഥലമെന്ന് പറഞ്ഞു. ഇതിലേ പോകുന്ന കച്ചവടക്കാരുടെ അടുത്തൊക്കെ പിടിച്ചുപറിയോ എന്തൊക്കെ പരിപാടികളുണ്ടായിരുന്നു പറഞ്ഞ് എല്ലാം പറഞ്ഞു കേട്ടാൽ നമുക്ക് അറിയുന്നുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോലെ. ബജ്ജി മുളക്, ബജ്ജി, ചോളം. ഒരു ചായ എന്നേ. തമിഴ്നാടിൻ്റെ ഒരു ബസ് പോകുന്ന പോക്കാണ്. ഇല്ല, തമിഴ്നാട് ബസ് ഒരുപാടുണ്ട് കേട്ടോ. തേനിക്ക്, കോടിമട്ട് ആ ഭാഗത്തേക്കൊക്കെ ആയിട്ട്.
യുക്കാലി മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. മഞ്ഞിറങ്ങും ഇപ്പോൾ ഇവിടെ നന്നായിട്ട്. ഇവിടെയൊക്കെ വല്ലതും കാണാമോ? നല്ല ലൈറ്റ് പിടിക്കുവാണെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. അങ്ങോട്ട് കൂറ്റിയിട്ടാ. KSRTC ഉല്ലാസയാത്ര വണ്ടിയാണ് ഈ വന്ന് കിടക്കുന്നത് കേട്ടോ. ഇത് പാലാടി പോയി വന്നതാണ്. അങ്ങനെ ഒത്തിരി വണ്ടികൾ ഇതിൽ വരുന്നുണ്ട്. KSRTC മൂന്നാർ ഡിപ്പോയിൽ നിന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, പെരിയകനാൽ. അവിടേക്ക് പോകാം കേട്ടോ. ഇവിടുന്നൊരു ചായയും ഒരു മുട്ട ബജിയും കൂടെ കഴിച്ചേ. അപ്പോൾ തൽക്കാലം ഒരു ചെറിയ ആശ്വാസം. ഈ ഗ്യാപ്പ് റോഡ് നമ്മളിപ്പോൾ വരുമ്പോഴേ നീലക്കുറിഞ്ഞല്ല, അതുപോലത്തെ വേറൊരു പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ. വൈറ്റ് സൈഡിലൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിടയ്ക്ക് ചാനലിലൊക്കെ, ന്യൂസ് ചാനലിലൊക്കെ വന്നോ ഞാൻ കണ്ടായിരുന്നേ. നല്ല ഭംഗി ഇത് കാണാൻ. നോക്കിയേ, ഇതേരെയാണ് ഇങ്ങനെ പൂത്ത് കിടക്കുന്നത്. പെട്ടെന്ന് പോകുന്നൊരു പൂവാ, പക്ഷേ എന്നാലും ഇത് ഇങ്ങനെ ഒത്തിരി ആയിട്ട് ഇങ്ങനെ പൂത്ത് വയ്ക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനേ. അടുത്തോട്ട് പോയെന്ന് കാണാൻ മാർഗമില്ല. നോക്കട്ടെ പറ്റുമോ. ഇവിടെ താഴെയുണ്ട്. ഇതാണ് ആ പൂ കേട്ടോ. അതിൻ്റെ ഒരു കളറും ഭംഗിയൊക്കെ കണ്ടോ, ഒരു ലൈറ്റ് റോസ്. ഇപ്പോൾ നമ്മൾ പെരിയകനാൽ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇവിടെയും ഒത്തിരി കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുള്ളതെന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടോ, അവിടെ ആയിരിക്കും ആൾക്കാർ കൂടുതലല്ലേ. വെള്ളത്തിന് അത്ര പവറൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. മൂന്നാറിന് മാത്രം പ്രത്യേകമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടോ, ഭംഗിയുള്ള റോഡും തേയിലത്തോട്ടവും. മൂന്നാറിൻ്റെ മാത്രം പ്രത്യേക കാഴ്ച, ഭംഗിയുള്ള റോഡും തേയിലത്തോട്ടവും. ഇവിടുത്തെ ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ കേട്ടോ. പൈനാപ്പിളൊക്കെ കീറി വെച്ചേക്കുന്ന മാങ്ങ, പിന്നെ വാട്ടർ ലെമൺ, ഉപ്പിലിട്ട് അച്ചാറ്, ചോളം, റെഡ് ഓംപ്ലേറ്റ്, നൂഡിൽസ്. ചേട്ടാ ഇത് ചാനൽ ഇട്ട് ഇടല്ലേ. ചോളമൊക്കെ പുഴുങ്ങി വെച്ചേക്കുന്നുണ്ട്. പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ചുട്ട് വരും. മസാലക്കടല ഈ ഒലയടുപ്പിൽ വെച്ച് വേവിക്കുന്നുണ്ടോ. ബലൂണിട്ട് അവർ വെടിവെക്കുകയാണ് കേട്ടോ. ബലൂൺ നിർത്തി പൊട്ടിക്കണം, വെടിവെച്ച് പൊട്ടിക്കണം. പെരിയകനാൽ വാട്ടർഫാൾ. നല്ല മഴയുണ്ടെങ്കിൽ നല്ല ഭംഗിയത് കാണാൻ. ഈ ഭാഗത്തെ കുറേ പാറയൊക്കെ ഉണ്ട്. ആ പാറയുടെ താഴെയായിട്ട്, ആ പാറയ്ക്കൊക്കെ മുകളിൽ ഇങ്ങനെ എന്തോ പോലെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ താഴെ ഒരു അമ്പലമുണ്ട്. ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ടോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വി ആകൃതിയിലാണ് മല ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടാണ് റോഡ് പോകുന്നത്. ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് സൂര്യനെല്ലിക്ക് വഴി തിരിയുന്നത്. അവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ, അത് സൂര്യനെല്ലിക്കുള്ളതാണ്. നമുക്ക് പോകേണ്ട വഴി വലത്തേക്കാണേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങ് ദൂരെ കണ്ടോ മഞ്ഞൊക്കെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. സൂര്യനെല്ലി ഭാവമാണ് കാണുന്നത്. ഇങ്ങ് താഴെ ഇത് ഇവിടെ നല്ല അടിപൊളി തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ കാണാം. കുളുക്കുമല ഒക്കെ ആ ഭാഗത്ത് നമുക്ക് കാണാം കേട്ടോ. ആ മലങ്കെട്ടുകളും പാറക്കെട്ടുകളും ഒക്കെ ഉണ്ടോ. ഈ ഒരു ജംഗ്ഷൻ ഉണ്ടോ, ഇവിടെ നിന്നും നമുക്ക് സൂര്യനെല്ലിക്ക് വഴി തിരിയുന്നുണ്ട്. ഇതും ഒരു ഉല്ലാസയാത്ര. ചിന്നക്കനാൽ, പെരിയകനാൽ ഡാമുകളിലെ വെള്ളം കിടക്കുന്നുണ്ടോ.
അതിൻ്റെ ഇങ്ങേ സൈഡിൽ നിന്നായിരുന്നു കേട്ടോ അരിക്കൊമ്പനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയേ. ആ കാണുന്ന അങ്ങ് താഴെ ഒരു കുറേ യൂക്കാലിത്തോട്ടമൊക്കെ ഉണ്ട്, അതിൻ്റെ ആ ഒരു ഭാഗത്തൂടെയാണ്. പണ്ടൊരിക്കാനാണ് ഒരു കൊല്ലം മുമ്പ് ഞാൻ അതിലൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഈ മേഖലയൊക്കെ വന്ന് അവന് കുസൃതി ഒത്തിരി കാണിക്കുന്ന ഒരു മേഖലയായിരുന്നു. ഇതിൻ്റെ താഴെ അവിടെ ആയിട്ടൊരു കോളനിയൊക്കെ ഉണ്ട്. ആ കോളനി കയറി അവൻ അരിമോഷണം, റേഷൻ കട കുത്തിപ്പൊളി, അങ്ങനെ പല പല പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവനെ കൊണ്ടുപോയി തിരുനെൽവേലി കൊണ്ട് ഇട്ടിരിക്കുവാണ്. ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അപ്പോൾ എന്തായാലും ഇത് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ, എന്ത് ഭംഗിയുള്ളൊരു സ്ഥലമാണെന്നല്ലേ. ആ മലയുടെ മുകളിൽ കണ്ടോ കുറേ വീടുകളൊക്കെ ഇരിക്കുന്നത്. മീശമലയും കൊളുക്കുമലയും മീശപ്പുലിമലയാണ് കേട്ടോ. മീശമലയല്ല, മീശപ്പുലിമലയാണ്. നമ്മളാ പാറ വളർത്തി കെട്ടിയെന്ന് പറഞ്ഞല്ലേ, അവിടെ ഒരു റിസോർട്ടാണ് കേട്ടോ, മുകളിലും താഴെയൊക്കെ ആയിട്ട് ജോയ്സ് റിസോർട്ട്. അവിടെ ഒരു പാറ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വഴി സൈഡിൽ, അതിൻ്റെ അതിലാണ് റിസോർട്ടിലോട്ട് കയറി പോകുന്നത്. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ് അത് കേട്ടോ. അതിലൊരു കളറുണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. മീശപ്പുലിമല, കൊളുക്കുമല ഇതെല്ലാം ആ സൈഡിലാണ് കേട്ടോ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയത് കാണാനായിട്ട്. അതുപോലെ ആ ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ടോ. പിന്നെ ഈ താഴെ കാണുന്ന ഈ റോഡ് കണ്ടോ, ഈ റോഡാണ് ലോറിയിൽ നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുപോയത് കേട്ടോ. ഇവിടെ നിന്നായിരുന്നു അവർ കൂടുതലും ഡ്രോണൊക്കെ ഇട്ട് ആ വീഡിയോ ഒക്കെ എടുത്ത്. നല്ലൊരു വ്യൂ പോയിൻ്റ് അവിടെ. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഗ്യാപ്പ് റോഡ്. അതിൻ്റെ ഇടയ്ക്ക് ഓറഞ്ച് മരം നിൽക്കുന്നുണ്ടോ, അതിലൊക്കെ അത്യാവശ്യം ഓരോരോ കായൊക്കെ ഉണ്ടേ. പെരിയ കനാൽ. അവിടെ നല്ല തേയിലപ്പൊടിയൊക്കെ കിട്ടും നമുക്ക് കേട്ടോ. അവിടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റൊക്കെ ഉണ്ട്. ഇത് പെരിയ കനാലാണേ, ടീ ഫാക്ടറി അതിനോട് അനുബന്ധിച്ചുള്ള ഓരോ സംവിധാനങ്ങളൊക്കെയാണ് കാണുന്നത്. അവിടെ ഒരു ട്രാക്ടർ ഇട്ട് ഇങ്ങനെ തിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ആന ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇത് ആ താഴെ കാണുന്ന കാട് കണ്ടോ, അവിടെയൊക്കെ ആയിരുന്നു ഈ അരിക്കൊമ്പരൊക്കെ കയറി ഒളിച്ചിരുന്നുകൊണ്ടിരുന്നത്. ഇതിലേ പോകുന്ന ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ആന ഉപദ്രവിക്കുക ചെയ്തോട്ടോ. അങ്ങോട്ട് കല്ല് പെറുക്കി കയറിയോ വിൽക്കുക ആന കാണുമ്പോൾ. ആന പകല കാട്ടിനകത്ത് അങ്ങനെ കയറി നിൽക്കത്തേ ഉള്ളൂ, പുറത്തിറങ്ങില്ല. ഇവർ എറിഞ്ഞെറിഞ്ഞ് അതിനൊക്കെ ശല്യം ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മേലെ വേനെടുത്താൽ നമ്മൾ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് അവരും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആനയിറങ്ങ ഡാമിൽ വെള്ളം കിടക്കുന്നെങ്കിൽ എന്താ അല്ലേ. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ കാണാനാണ് ഈ മൂന്നാർ സൈഡിലൊക്കെ ആൾക്കാർ വരുന്നത്. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒരു കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കുറേ കടകൾ ഈ വഴി സൈഡിലൊക്കെ ഇങ്ങനെ കണ്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ നിർത്തി എന്തൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകുന്നു. ഇത് നല്ല ഭംഗിയല്ലേ കാണാൻ. ഇങ്ങേ മലയിൽ മഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ടേ. ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ. നേരത്തെ ഇതിലൊക്കെ വന്ന കാട്ടാനകൾ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഈ മേഖലയൊക്കെ അവരെവിടെയെങ്കിലുമൊക്കെ കാണുമായിരുന്നേ. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കൂടെ ഒരു ആന ചത്തുപോയിട്ടുണ്ട്. എന്നാലും കാണും, പറയാൻ പറ്റിയല്ല, ആനയുടെ കാര്യമല്ലോ. ഗ്യാപ്പ് റോഡിൻ്റെ ഒരു ഭംഗിയുണ്ടോ. ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നോ. അവിടെ ഒരു തോണി ഇങ്ങനെ തുഴഞ്ഞ് വരുന്നൊക്കെ ഉണ്ട്. ഓറഞ്ച് മരം ഇപ്പോൾ ഉണ്ട്. വഴിക്ക് എവിടെയൊക്കെ അവർ കുറച്ചൊക്കെ ഇട്ട് വിൽക്കുന്നത് കണ്ടായിരുന്നു. പക്ഷെ പച്ചയാണ് നോക്കിയപ്പോൾ കണ്ടത്. ചിലപ്പോൾ പച്ചയാണെങ്കിൽ നല്ല മധുരമായിരിക്കും. ഇതിൻ്റെ അപ്പുറത്ത് താഴെ ഒരു അമ്പലവും കുറേ ലൈൻസും ഒക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. ഇവിടുന്ന് ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ അത് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, കുറച്ച് ലൈൻസൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്കാണ് ഒരു കാർ അതിൻ്റെ ഇടയ്ക്കൂടെ വരുന്നുണ്ടോ. തേയിലത്തോട്ടത്തിലെ പണിയൊക്കെ കഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ കാണാം. നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ല റോഡ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. നമുക്ക് ഇപ്പം വരുന്ന റോഡ് ഇനിയിപ്പം കുട്ടിക്കാനത്തുനിന്ന് കട്ടപ്പനയ്ക്കുള്ള റോഡ് പണി തീർന്നിരിക്കും. അത് പണി തീർന്നു കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ തന്നെ ഉണ്ടാവും. ഈ ഭാഗത്തേക്ക് വെയിലടിക്കുമ്പോഴേ എന്തൊരു ഭംഗിയൊക്കെ കാണാൻ. ഓറഞ്ച് മരവും തേയിലത്തോട്ടവും അമ്പലവും ലൈൻസും അപ്പുറത്തെ ഡാമും പിന്നെ ആ മലനിരകളും പിന്നെ ഭംഗിയുള്ള ഈ ക്യാബ് റോഡും.
ഗ്യാപ് റോഡിൻ്റെ ഒരു കാഴ്ച, ഒരു ഒന്നൊന്നര കാഴ്ച കേട്ടോ. ഇവിടെ നിന്ന് അങ്ങ് ദൂരേക്ക് റോഡ് കാണാവേ. നേരത്തെ നമ്മളിവിടെ വരുമ്പോഴേ ഒരു അന്തോണീസ് പുണ്യാളിൻ്റെ വെച്ച് കുഞ്ഞ് കപ്പേലയാണേ, ചെറുതായിരുന്നു. ഇപ്പോൾ അത് പണിത് വലുതാക്കി കേട്ടോ. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ഒരു ഇതുമുണ്ട്. എന്തായാലും ഭംഗിയുണ്ടോ അത് കാണാൻ. നമ്മുടെ ഒരു KSRTC വരുന്ന വരവുണ്ട്, ആ ഭംഗിയുള്ള റോഡേ. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഒരു കാഴ്ച. അതും ഉല്ലാസയാത്രയാണ് കേട്ടോ. വെള്ളമുണ്ട്, ഗ്ലാസ് ഇട്ടോ. മൂന്നാർ ഡിപ്പോടെയാണ്. ഗ്യാപ് റോഡിൻ്റെ ഒരു ഭംഗിയുള്ള കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാവേ. ഇങ്ങുവരെയും വളഞ്ഞിങ്ങനെ കിടക്കുന്നതുണ്ടോ, തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെ. എന്താ ഒരു ഭംഗിയല്ലേ. അക്കരെ ആ തേയിലത്തോട്ടത്തിലെ മരങ്ങളെല്ലാം കവാത്ത് ചെയ്ത് നിർത്തിയിരിക്കുകയാണേ. തേയിലത്തോട്ടത്തിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കൊളുന്തൊക്കെ എടുക്കുന്നുണ്ട്. ഉണ്ടോ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, മിഷ്യൻ വെച്ചൊക്കെ കട്ട് ചെയ്യുന്നുണ്ടോ, അതോ ഉള്ളത് വാരി കെട്ടി എടുക്കുകയൊക്കെ അല്ലേ. ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ സമയം പോയി. ഈ വഴി താഴോട്ട് പോകുന്നുണ്ടോ, അത് ആനയിറങ്കൽ ഡാമിലേക്ക് പോകുന്ന കേട്ടോ. ഡാമിൻ്റെ അടുത്തേക്ക് മുകളിലൊക്കെ ഉള്ള ബോട്ടിങ് എൻട്രൻസ് കേരള ഹൈഡൽ ടൂറിസം സെൻറ്റർ. ഇതിലെ ഒരു 1 കിലോമീറ്റർ, അരമുക്കാൽ കിലോമീറ്റർ താഴോട്ട് പോയാൽ മതിയേ. ഇവിടെ നിന്നാണ് ആനയിറങ്കൽ ഡാമിലേക്ക് ബോട്ടിങ്ങിനൊക്കെ ഇറങ്ങി പോകുന്ന വഴി കേട്ടോ. ഈ വഴി നേരെ ഇനി പൂപ്പാറയ്ക്കാണ്. ഇങ്ങോട്ട് നമുക്ക് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ആനയിറങ്കൽ ഡാം കാണാം. ഇവിടെ കൊണ്ട് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. കുറച്ച് താഴെയാണ് ഡാമിൻ്റെ കെട്ടൊക്കെ ഉള്ളത്. ഈ ഭാഗത്തോടൊക്കെ ബോട്ട് സർവീസൊക്കെയാണ് കൂടുതലും. ഇവിടെയും താഴെ തോട്ടത്തിൽ കൊളുന്തൊക്കെ എടുക്കുന്നുണ്ട്. ആ റോഡേ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ, ട്രാവലറൊക്കെ പോകും കേട്ടോ. ഈ തമിഴ്നാടിൻ്റെ ഈ പച്ചവണ്ടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇത് എത്രയൊക്കെ വണ്ടി ഇറക്കിയാലും ഈ വണ്ടിയാണ് ടോപ്പ്. ഒരു തേയില ചാക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പറിച്ച്. അപ്പോൾ നമ്മൾ ഗ്യാപ് റോഡൊക്കെ വന്നിട്ടേ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല പച്ചപ്പുള്ള കാഴ്ച ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് തേയിലക്കാരൻ്റെയും ഒക്കെ ആയിട്ട്. ഒന്നും അല്ലെങ്കിൽ ഇവിടെ ഡാമിലൊക്കെ അത്യാവശ്യം ഇപ്പോൾ വെള്ളമൊക്കെ ഉണ്ടേ. അപ്പോൾ കൂടുതൽ ഇനിയിപ്പം വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. നമ്മൾ തൽക്കാലം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.